ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പരാതി എന്താണ്? ഒരു പെൺകുട്ടി വന്നു പറയുകയാണ് പാലക്കാട് MLA എന്ന് വെച്ചാൽ നിയമസഭയിൽ ലോ മേക്കർ അവരെ ബലാത്സംഗം ചെയ്തു. റേപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെയും ഡിസ്പ്യൂട്ട് ആക്കിയെടുക്കാം. ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് അങ്ങനൊരു പരാതി വരുന്നു. എന്താണ് നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ്? പ്രൈമ ഫേസി ഒരു കേസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കേസുണ്ട്. കാര്യം പെണ്ണ് പരാതിക്കാരിയായിട്ടുണ്ട്, എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു. ആരാണ് ബെസ്റ്റ് വിറ്റ്നസ്? ഒരു കേസിലെ ബെസ്റ്റ് വിറ്റ്നസ് ആരാ? അതിൻ്റെ വിക്റ്റിമാണ്. അതിനകത്തെ അതിജീവിതയാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തമായ മൊഴി കൊടുക്കാൻ. അതിനാണ് നമ്മൾ ഐ വിറ്റ്നസ് എന്ന് പറയുന്നത്. ആ ഐ വിറ്റ്നസ് എന്ന് പറയുകയാണ് ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്. കോടതിയിൽ 164 കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പോലീസിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നു. പോലീസ് എന്തായാലും പഴയ 161 നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിൽ ഇയാൾ റേപ്പ് ചെയ്തു, അവരുമായി ബന്ധപ്പെട്ട ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നു. ആ ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും ഇവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ നോക്കുന്ന എന്തോരം വലിയ ക്രിമിനൽ കാര്യങ്ങളായി നടന്നിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഒരു കൺസെൻഷ്വൽ റിലേഷൻഷിപ്പിൽ തുടങ്ങി, അപ്പോൾ അവരുടെ ചാറ്റിനകത്ത് നമുക്ക് വേണമെങ്കിൽ അത് കൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് ആണെന്ന് വേണമെങ്കിൽ മേക്ക് ഔട്ട് ചെയ്യാം. പക്ഷേ കുഴപ്പം എപ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതെന്നൊരു പ്രശ്നമുണ്ട്. ആ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റേപ്പ് തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. ഇതിന് പ്രശ്നം എതുങ്ങിയെന്ന് ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ഇയാൾ ഈ ഫോട്ടോയും വീഡിയോഗ്രാഫും എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ പെൺകുട്ടി പറയുന്നതാണ്, എൻ്റെ തെളിവില്ല. ആ പെൺകുട്ടി പറയുന്നത് കൃത്യമായിട്ട് പറയുന്നു ഇയാൾ ഫോട്ടോയും വീഡിയോഗ്രാഫും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു വെച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി ഇയാൾ എന്ത് ചെയ്യുന്നു? ഈ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ആ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പം പിന്നെ ഇവർ ഈ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ വില്ലോട് കൂടിയാണോ ഇന്റർകോഴ്സ്? കൺസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഫ്രീ വിൽ എന്നാ. യു ആർ എക്സസൈസിങ് യുവർ ഫ്രീ വിൽ. വോളണ്ടറി ആയിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ കൺസെന്റ് ആവത്തുള്ളൂ. നിങ്ങൾ എൻ്റെ കുറച്ച് വീഡിയോ ഇരിപ്പുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്ക് ഇന്നത് വന്നില്ലെങ്കിൽ നിനക്കിട്ട് ഞാൻ പണിയും എന്ന് പറഞ്ഞാൽ അവർ വരുമായിരിക്കാം. നിങ്ങൾ സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂസമായിട്ടുള്ള ഒരു ക്രൈമിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ദേഹത്ത് മുറിവോ അല്ലെങ്കിൽ ഈ പറയുന്ന മോശമോ ഒന്നും കിട്ടത്തില്ല. പക്ഷേ കുഴപ്പം അവളുടെ മെൻ്റൽ ഫാക്കൽറ്റി അവിടെ ഇല്ല. കാര്യം അവൾ പേടിച്ചിട്ടാണ് വരുന്നത്. ഇതാണ് ആ പെൺകുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ആശയം. അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് ഈ പറയുന്നത് എല്ലാ വൃത്തിയായ ഒരു പരാതിയുണ്ട്. അതിന് മറുപടി എന്താ? യു ഡി എഫിൻ്റെ ആൾക്ക് അത് ഓരോ പ്രാവശ്യവും വരുമ്പം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണോ അസിത ഈ വിഷയം ആദ്യം ഉണ്ടായത്? ഇത് 4 മാസം 5 മാസമായി ഇത് ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്താണോ പറഞ്ഞത്? അല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് കേട്ടു, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റൂടെ കണ്ടു. മാർച്ചിൽ അദ്ദേഹം വളരെ തിരക്കിലായിരുന്നു. മാർച്ചിൽ ഭാരത് ജോഡോ യാത്രയുടെ അവസാനം നടക്കുകയാണ്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ മതനിരപേക്ഷ രാജ്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി വർഗീയതയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ വലിയ വേറെ പ്രവർത്തനങ്ങളാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാനും തള്ളിക്കളയാനും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനും ഇവർക്ക് പറ്റിയിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. ഇയാളെ എടുത്ത് കളയുന്നതിന് കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭവിക്കും? ഞാൻ ഒരു സെക്കൻഡ് കൂടെ എനിക്ക് താ. ഈ പറയുന്ന ഇന്നലെ ഒരു നേതാവായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി സത്യത്തിൽ ജനങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് അയാൾ. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ എന്ത് സംഭവിക്കും? കോൺഗ്രസിൽ നിന്ന് അയാളെ പുറത്താക്കിയാൽ കോൺഗ്രസിന് ഒരു ചുക്കം സംഭവിക്കത്തില്ല. പക്ഷെ കുഴപ്പം എന്നറിയോ? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രശ്നം വരുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. കാര്യം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇവരെ പേടിയാ. അപ്പൊ പേടിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒബ്ലൈജ്ഡ് ആയിട്ട് നിൽക്കത്തക്ക രീതിയിൽ എന്ത് അന്തരീക്ഷമാണുള്ളത്? അതൊക്കെ ജനം കേൾക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അടൂർ പ്രകാശ് വന്നിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നു. ഇത്രയും നീചപ്രവൃത്തി നടത്തിയ ഒരാൾക്ക് അനുകൂലമായി സംസാരിക്കേണ്ട സാഹചര്യം ഈ പൊതുപ്രവർത്തകൻ എങ്ങനെ വരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടിലും മോശമാണ് മറ്റൊരു ഞാൻ പറയും. അങ്ങനെ ഒരു സാഹചര്യം വരുന്നു എന്നത് ഇത് ഒരു വലിയ ചെയിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൃത്യമായി കോൺഗ്രസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ രോഹിത്തിനെ വെച്ച് പറഞ്ഞല്ല, രോഹിത് സത്യം പറഞ്ഞാൽ ഇച്ചിരി മാന്യമായിട്ടാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. സംസാരിച്ചതിനകത്ത് പോലും അദ്ദേഹത്തിന്റെ ഭാഷയ്ക്കകത്തൊരു മാന്യത ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെ രോഹിത് പറയുന്ന ഭാഷയിലല്ല ബാക്കിയുള്ളവർ പറയുന്നത്. കംപ്ലൈന്റ് കൊടുത്തില്ലല്ലോ, മുഖ്യമന്ത്രിക്ക് നേരിട്ട് കംപ്ലൈന്റ് കൊടുത്തല്ലോ. മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? എന്താണ് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ കുഴപ്പം? ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ ചീത്ത വിളിക്കുന്നു. ഒരു ഉദാഹരണം, നിലപാട് കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ എന്ന് സമൂഹത്തെ കൊണ്ട് പഴി കേൾപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി